മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ചിത്രം പുറത്ത്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനൊപ്പമായിരുന്നു സുരേന്ദ്രൻ സന്ദർശനം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന് സമ്മാനം നൽകുന്നത് ചിത്രത്തിലുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അവിടെ ഒരു കുഞ്ഞിൻ്റെ ജന്മദിന പാർട്ടിക്ക് പോയി എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ അതല്ല തെളിയിക്കുന്നത്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും മുൻ റാന്നി MLA രാജു എബ്രഹാമും കടകംപള്ളി സുരേന്ദ്രനൊപ്പം ഈ ചിത്രത്തിൽ കാണാം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, ഇന്നലെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതല്ല ഇന്നിപ്പോൾ ഈ ചിത്രം പുറത്തു വന്നപ്പോൾ തെളിയുന്നത്. എന്തൊക്കെയാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്? ദിലീപ്കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT ഇപ്പോൾ നടത്തുന്ന അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നതതല ഇടപെടലും സംബന്ധിച്ചിട്ടാണ്. അതിന്റെ CDR അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന് ചില കാര്യങ്ങൾ സമ്മാനിക്കാൻ അല്ലെങ്കിൽ നൽകുന്ന ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. അത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, മുൻ റാന്നി MLAയും നിലവിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള രാജു എബ്രഹാം അദ്ദേഹവും ഒത്ത് നടത്തിയ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളെക്കുറിച്ച് ഇന്ന് കടകംപള്ളി സുരേന്ദ്രനോടും അതേപോലെ തന്നെ രാജു എബ്രഹാമിനോടും നമ്മൾ സംസാരിച്ചിരുന്നു. രാജു എബ്രഹാമിന്റെ ഇക്കാര്യത്തിലെ മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ ചിത്രങ്ങൾ സന്നിധാനത്ത് വെച്ചെടുത്ത ചിത്രങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ കടകംപള്ളിയെ സംബന്ധിച്ച് കടകംപള്ളി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ സന്ദർശനം അതൊരിക്കൽ മാത്രമല്ല അത് വളരെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സന്ദർശനം എന്ന രീതിയിൽ മാത്രമാണ് താൻ കണ്ടത്. ശബരിമലയുമായി അടുപ്പമുള്ളയാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ നിലയ്ക്ക് അത് മാത്രമാണ് തനിക്ക് അദ്ദേഹത്തോടുള്ള ബന്ധമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷം കാര്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. നിയമസഭയിൽ കണ്ടതുപോലെ വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാനാണ് നിലവിലിപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് അടക്കം ഇതിൽ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങും. അതിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യമായിരിക്കും കോൺഗ്രസ് അടക്കം പ്രധാനമായും ഉന്നയിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.